അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്തഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും അവലം ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമനിത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രികീൻ. അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമികമായി ജീവിക്കുക എന്നുള്ളത് പലപ്പോഴും കടുത്ത വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ പൂർവികരായ ആളുകൾ അഭിമുഖീകരിച്ചതിൽ നിന്നും വ്യത്യസ്തങ്ങളാണ് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. ഇപ്പം ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറെ ഉൾക്കാഴ്ചയുള്ളവരായി മാറുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരണീയമായത്. ഇസ്ലാമിൻ്റെ പ്രാഥമികമായ ഒരറിവിൽ ഇസ്ലാമികമായ ഒരാളുടെ വിശ്വാസവും അനുഷ്ഠാനങ്ങളുമൊക്കെ പരിമിതമായി പോകുമ്പോൾ പുതിയ വെല്ലുവിളികളെ നേരിടുന്ന പല കാര്യങ്ങളിലും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഉൾക്കാഴ്ചയ്ക്ക് ഖുർആൻ പറയുന്നൊരു ടേം തബ്സിറത്ത് എന്നാണ്. തബ്സിറ, ഉൾക്കാഴ്ച എന്നതിനെ സംബന്ധിച്ച് ഖുർആനിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറ കാഫിലെ 6-ാമത്തെ വചനം എങ്ങനെ വായിക്കാം? അഫലം യൻദുറു ഇലസ്സമായി, അവർക്ക് മുകളിലുള്ള ഫൗക്കഹും, അവർക്ക് മുകളിലുള്ള ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ? കൈഫ ബനൈനാഹ വസയ്യന്നാഹ, എങ്ങനെയാണ് അതിനെ സംവിധാനിച്ചത്, ഉണ്ടാക്കിയത് എന്നും എങ്ങനെയാണ് അള്ളാഹു അതിനെ അലങ്കരിച്ചിട്ടുള്ളത് എന്നും. വമാലഹാ മിൻ ഫുറൂജ്, അതിനൊരു വിടവും അവർ കാണുകയില്ല. തുടർന്ന് പറയുന്നു വൽ അർള മദദിനാഹ വ അൽഖൈനാ ഫീഹാ റവാസിയ വ അംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്, ഭൂമിയെയാകട്ടെ അള്ളാഹു വികസിപ്പിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും കൗതുകമുള്ള എല്ലാ സസ്യവർഗങ്ങളും അതിൽ നിന്ന് അള്ളാഹു മുളപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആകാശത്തെയും ഭൂമിയെയും സംബന്ധിച്ച് അള്ളാഹു കൃത്യമായൊരു വിവരണം നൽകിയതിനു ശേഷം അള്ളാഹു പറയുകയാണ് തബ്സിറത്തൻ വ ദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്. തബ്സിറത്തൻ, ഇതിൽ ഉൾക്കാഴ്ചയുണ്ട്. വ ദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്, സത്യത്തിലേക്ക് മടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന, കണ്ടു മനസ്സിലാക്കുന്ന ഏതൊരു ദാസനും അനുസ്മരിക്കാൻ ആവശ്യമായ ഉൾക്കാഴ്ചയും പറഞ്ഞതിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ നമ്മുടെ അറിവുകൾ, നമ്മുടെ കേൾവികൾ, കാഴ്ചകൾ മൃഗയാ കേൾവിയും കാഴ്ചയും ആയി പോകരുത് എന്നതാണ്. മൃഗങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷേ അവയുടെ കാഴ്ചയും കേൾവിയിൽ നിന്നും മനുഷ്യന്റെ കാഴ്ചയും കേൾവിയും എങ്ങനെയാണ് വ്യതിരിക്തമാകുന്നത്? മൃഗങ്ങളുടെ കാഴ്ചയിൽ നിന്നൊരു കാഴ്ചപ്പാടുണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ല. കേൾവിയിൽ നിന്നൊരു തിരിച്ചറിവിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നില്ല. ഈ രണ്ടിൽ നിന്നും വ്യത്യസ്തമായി തബ്സീറത്തുള്ളവരായി ആളുകൾ, വിശ്വാസികൾ മാറണമെന്നതാണ് അള്ളാഹു ഈ വചനങ്ങളിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ച വചനം 12-ാമത്തെ അധ്യായം സൂറ യൂസുഫിലെ 108-ാമത്തെ വചനമാണ്. ആ വചനത്തിലൂടെ മാലോകരോട് അള്ളാഹു പറയുന്നത്, കുൽ, പറയുക പ്രവാചകരെ, ഹാദിഹി സബീലി, ഇതാകുന്നു എൻ്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു, അലാ ബസീറത്തിൻ, ദൃഢമായ ബോധ്യത്തോടുകൂടി അഥവാ ഉൾക്കാഴ്ചയോടുകൂടി തന്നെ, അനവമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും കൃത്യമായ ബോധത്തോടു കൂടി തന്നെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. വസുബ്ഹാനല്ലാഹ്, അള്ളാഹു മഹാപരിശുദ്ധനാകുന്നു. വമാ അനമിനൽ മുശ്രിക്കീൻ, ഞാൻ അവനോട് പങ്കുചേർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല തന്നെ. അപ്പോൾ ഒരു വിശ്വാസിക്ക് മിനിമം ഉണ്ടായിരിക്കേണ്ടുന്ന കൃത്യമായ തിരിച്ചറിവുള്ള ഓരോ വിഷയത്തിനെയും കാര്യങ്ങളെ വിച്ഛേദിച്ചു മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് ഈ വചനങ്ങളിലൂടെയൊക്കെയും അള്ളാഹു എടുത്തു പറയുന്നത്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം തുബരി രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ബിദാലിക യഖീനൻ അലീമൻ മിന്നി ബിഹി അന വയദ്ഉ ഇലൈഹി അലാ ബസീറത്തിൻ അയലൻ മനിത്തബഅനി വസദ്ദഖനി വആമന ബി, എൻ്റെ പക്കൽ നിന്നുള്ള ദൃഢ വിശ്വാസത്തോടും അറിവോടും കൂടി എന്നെ ആർ പിന്തുടരുന്നുവോ അവർ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവർ വ്യക്തമായ ഉൾക്കാഴ്ചയിലേക്ക് മടങ്ങിയിരിക്കുന്നു. ആ ക്ഷണം അവർ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ കേവലം ഒരു അറിവിൻ്റെ സ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ മതത്തെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുണ്ടാകണം എന്നതാണ് പറഞ്ഞു വരുന്നത്. പലപ്പോഴും മതം എന്ന് പറയുന്നത് ഭൗതികമായ ജീവിതത്തിൽ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയും അതല്ലെങ്കിൽ ചില അഡ്രസ്സുകൾക്ക് വേണ്ടിയും മാത്രമായി ചുരുങ്ങിപ്പോകുന്നുണ്ട്. പ്രവാചകന്റെ സന്നിധിയിൽ ഗ്രാമീണരായ ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, യമുന്നൂന അലൈക്ക അൻ അസ്ലമു. അവർ പ്രവാചകനോട് പറഞ്ഞത്, ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു എന്നുള്ളത് താങ്കളോട് കാണിക്കുന്ന ദാക്ഷിണ്യമായി, ഔദാര്യമായിട്ട് അവർ പറയാണ്. അതുകൊണ്ട് ഞങ്ങളെ അങ്ങൊന്ന് പരിഗണിക്കണം. ഈ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമൊക്കെ ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു എന്നുള്ളതാണ് അവരൊരു നേട്ടമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തുടർന്ന് പറയുന്നുണ്ട്, കുൽ, പറയുക പ്രവാചകരെ, ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ ഇസ്ലാമായി എന്നുള്ളത് അള്ളാഹുവിനോടുള്ള അല്ലെങ്കിൽ പ്രവാചകനോടുള്ള ദാക്ഷിണ്യമായി നിങ്ങൾ പറയേണ്ടതില്ല. ബലില്ലാഹി യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ, നിങ്ങൾക്ക് സത്യമാർഗത്തിലേക്ക് ഹിദായത്ത് നൽകി എന്നതും നിങ്ങൾ വിശ്വാസികളായി എന്നുള്ളതും അള്ളാഹ് നിങ്ങളോട് കാണിച്ചിട്ടുള്ള ദാക്ഷിണ്യമായിട്ടാണ് തുടർന്ന് പറയുന്നത്. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണ് എങ്കിൽ, നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ആദർശം നമ്മുടെ കയ്യിൽ കിട്ടിയത് നമ്മുടെ ആരുടെയെങ്കിലും മേന്മ കൊണ്ടോ അതല്ലെങ്കിൽ നമ്മൾ വച്ചു പുലർത്തിയിട്ടുള്ള ത്യാഗ മനോഭാവങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ ഈ ദീനോടുള്ള നമ്മളുടെ ഒരു ഔദാര്യമായിട്ടോ നമ്മൾ പറയേണ്ടതില്ല. അത് അള്ളാഹു കനിഞ്ഞു നൽകിയിട്ടുള്ള അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഔദാര്യമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മതത്തെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇതൊരു വലിയ മൂല്യമുള്ള ഒന്നായി മനസ്സിലാക്കിക്കൊണ്ട് ഏതു പരിതസ്ഥിതിയിലും ഈ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളെ, അതിൻ്റെ ചിട്ടവട്ടങ്ങളെ കൃത്യമായി പാലിക്കാൻ
ബാധ്യസ്ഥരാണ് നമ്മൾ എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. കാരണം മതമല്ലാത്തതൊന്നും, ഇസ്ലാം അല്ലാത്ത ഒന്നും നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മതത്തിൻ്റെ മൂല്യങ്ങളെ നമ്മൾ ഒഴിവാക്കുകയാണ് എങ്കിൽ അവിടെ അവശേഷിക്കുക അനിയന്ത്രിതമായിട്ടുള്ള ചില സംഗതികളും സാംസ്കാരിക ശൂന്യമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളും മാത്രമായിരിക്കും. ആ പറഞ്ഞതിനർത്ഥം നമ്മളെ സംസ്കരിച്ച് കൊള്ളാവുന്നവരാക്കി മാറ്റിയിട്ടുള്ളത്, നമ്മുടെ സ്വഭാവത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് നമ്മുടെ മതമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതത്തെ കൃത്യമായ ബോധ്യത്തോടുകൂടി മനസ്സിലാക്കുക എന്നതാണ്. പലപ്പോഴും നമ്മുടെ മതപഠനം എന്ന് പറയുന്നത് നമ്മളുടെ തിരിച്ചറിവ് ഉണ്ടാകുന്ന കാലത്തോടു കൂടി അവസാനിച്ചു പോകുന്നു എന്നുള്ളതാണ്. ദീനിലെത്തില്ല, മതത്തിൽ എത്ര പഠിച്ചു എന്ന് വെച്ചാൽ നമ്മൾ പറയും 5ാം ക്ലാസ് പഠിച്ചു, 7ാം ക്ലാസ് പഠിച്ചു. ആ പഠനകാലം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കൗമാരക്കാലത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ 13ഉം 14ഉം വയസ്സിൽ മതത്തിൻ്റെതായ ഔപചാരികമായ പഠനം അവിടെ അവസാനിച്ചു കഴിഞ്ഞു. പിന്നീടും അനന്തമായി കിടക്കുന്ന ദീർഘമായ വർഷങ്ങൾ മതത്തെ പറ്റിയുള്ള കൃത്യമായൊരു കാഴ്ചപ്പാടില്ലാതെ കൊച്ചുനാളിൽ പഠിച്ച ഈ അറിവുമായിട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ അകപ്പെടുന്ന ദുരന്തം എന്ന് പറയുന്നത് മതമല്ലാത്ത പലതിനോടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു പ്രവണത നമ്മൾ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. പുതിയ കാലഘട്ടത്തിൽ സമൂഹം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇങ്ങനെ ചെയ്താൽ എന്താണ് കുഴപ്പം? ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴോ എന്നാണ് ചോദ്യം. വസ്ത്രങ്ങൾ നമ്മൾ ഇങ്ങനെ തന്നെ അണിയണമെന്ന് പറയുന്നതാരാണ്? ഈ വസ്ത്രം ഒന്ന് മാറ്റിവെച്ചാൽ ഇന്നയിടത്ത് ഇന്നോരൊക്കെ ഇങ്ങനെയാണല്ലോ നടക്കുന്നത്, അതുകൊണ്ടൊരു കുഴപ്പവുമില്ലല്ലോ. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരായ ആളുകൾ, ഏറ്റവും വികസിതങ്ങളായിട്ടുള്ള രാജ്യങ്ങളൊക്കെ അവിടുത്തെ മനുഷ്യരൊക്കെ ഇങ്ങനെയാണല്ലോ സ്വീകരിക്കുന്നത്, അതുകൊണ്ട് എന്ത് പ്രശ്നമാണുള്ളത് എന്ന് പുതിയ സമൂഹം നമ്മളോട് ചോദിക്കുകയാണ്. അവിടെയാണ് തിരിച്ചറിവോടുകൂടി, മതത്തിൻ്റെ ലക്ഷ്യങ്ങളോടുകൂടി, തബ്സറത്തോടുകൂടി തന്നെ മതത്തെ പഠിക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്യുന്നത്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാം, ഇസ്ലാം അല്ലാത്തത് ദീനൻ ഒരാളിൽ നിന്നും മതമായി അള്ളാഹു സ്വീകരിക്കുകയില്ല. ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്ത് നഷ്ടകാരികളിൽ പെട്ടവനായി പോവുകയും ചെയ്യും. അപ്പോൾ ജീവിതത്തിൽ ഇസ്ലാമിൻ്റേതല്ലാത്ത എന്തിനെങ്കിലും നമ്മൾ പ്രതിനിധീകരിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ആത്മനിയന്ത്രണമാണ്. ഖുർആനിലെ 79-ാമത്തെ അധ്യായത്തിൽ നമുക്കിങ്ങനെ വായിക്കാം, ഫ അമ്മാമൻ ത്വഗ, ആരാണോ അതിരുവിട്ടവൻ, വ ആസറൽ ഹയാത്ത ദുനിയ, ഈ ദുനിയാവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തവൻ, ദുനിയാവിന് പ്രിയോറിറ്റി കൽപ്പിച്ചവൻ, ഫ ഇന്നൽ ജഹീമ ഹിയൽ മഅവ, തീർച്ചയായും അവൻ്റെ സങ്കേതം ആളിക്കത്തുന്ന ജഹീമായിരിക്കും, നരകാഗ്നിയായിരിക്കും. വളരെ കൃത്യമായിട്ട് അള്ളാഹു പറയാണ്. അപ്പം എന്താണ് ഇപ്പോൾ ആ മനുഷ്യൻ ചെയ്ത മഹാപാതകം എന്ന് പറയുന്നത്? ആ പാതകം എന്ന് പറയുന്നത് പരലോകത്തിനേക്കാൾ ഇഹലോകത്തിനയാൾ പ്രിയോറിറ്റി നൽകി, മുൻഗണന നൽകി എന്നതാണ്. ജീവിതത്തിൽ ഇഹലോകത്തിന് ഒരു വലിയ സ്ഥാനം കൊടുത്തു. തൊട്ട് താഴെ അള്ളാഹു പറയാണ്, വ അമ്മാമൻ ഖാഫ മഖാമ റബ്ബി, എന്നാൽ ഏതൊരുവൻ തൻ്റെ രക്ഷിതാവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും, വനഹൻ നഫ്സ അനിൽ ഹവ, തൻ്റെ മനസ്സിനെ ഇച്ഛകളെ തൊട്ട് വിരോധിക്കുകയും ചെയ്തുവോ, ഫ ഇന്നൽ ജന്നത്ത ഹിയൽ മഅവ, തീർച്ചയായും അവൻ്റെ സങ്കേതം സ്വർഗമായിരിക്കും. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് മതത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഭൗതിക ലോകം നമ്മെ നിരന്തരം വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അങ്ങനെയാണ്. അത് വളരെ ആസ്വാദ്യകരമാണ്, കൗതുകകരമാണ്, നമ്മെ മോഹിപ്പിക്കുന്നതാണ് ഭൗതിക ലോകം. അതുകൊണ്ട് അതിലെ ഓരോ കാഴ്ചകളിലും നമ്മൾ വല്ലാതെ അഭിരമിക്കുകയും അതിൻ്റെ ആളുകളായി തീരാനുള്ള മത്സരത്തിലാണ് സമൂഹത്തിൽ അധിക ആളുകളും. അങ്ങനെ ആയി പോകരുത് എന്ന് വളരെ കൃത്യമായി തന്നെ പറയുകയാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതും അള്ളാഹു തൃപ്തിപ്പെടാത്തതുമായ കാര്യങ്ങളിൽ തന്നെ അയാൾ എന്ത് ചെയ്യുന്നു? അത്തരം കാര്യങ്ങളിൽ നിന്ന് ആത്മസംയമനം പാലിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചതിലേക്ക് തൻ്റെ
മനസ്സിനെ മാറ്റിയെടുക്കാൻ അയാൾ പണിപ്പെടുന്നു. ഇത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഹുജിബത്തുൻ നാറു ബിശ്ശഹവാത്ത്, മനുഷ്യരുടെ ആഗ്രഹങ്ങളെ കൊണ്ട്, ഇച്ഛകളെ കൊണ്ടാണ് അള്ളാഹു നരകത്തെ മൂടിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ തനിക്ക് തോന്നിയതെല്ലാം ചെയ്താൽ അയാൾ ചെന്നെത്തുക വലിയ നരകക്കുണ്ടിലായിരിക്കും. വഹഫത്തിൽ ജന്നത്തു ബിൽ മക്കാരി, സ്വർഗമാകട്ടെ അനിഷ്ടങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു. ഈ പ്രയാസങ്ങൾ താണ്ടാത്തൊരു മനുഷ്യന് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുക സാധ്യമല്ല. ഇച്ഛകളെ വെടിയാത്തൊരുവന് സ്വർഗം ലഭിക്കുക സാധ്യമല്ല. ഇച്ഛകളിൽ അഭിരമിക്കുന്നവൻ തൻ്റെ തീരുമാനങ്ങളൊക്കെ തൻ്റേതു മാത്രമാണ് എന്ന് മനസ്സിലാക്കി തോന്നിയതുപോലെയാണ് ജീവിക്കുന്നത് എങ്കിൽ അയാൾ നരകത്തിലെത്തും. വളരെ കൃത്യമായി തന്നെ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ആ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഒരു ഖുർആൻ പറയുന്നുണ്ട്, 22-ാമത്തെ അധ്യായം സൂറ ഹജ്ജിലെ 11-ാമത്തെ വചനം, വമിനന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്, മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, ഓരത്തിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ, ജീവിതത്തിൻ്റെ ഒരു വക്കിലിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ. എന്താണ് അവരുടെ സ്വഭാവം? ഫൈൻ അസാബഹു ഖൈറുൻ ഇത്തുമ അന്നബിഹി, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ലഭിക്കുകയാണ് എങ്കിൽ അവർ ജീവിതത്തിലേറെ സമാധാനമുള്ളവരായിരിക്കും. ഫൈൻ അസാബത്തുഹു ഫിത്നത്തുൻ, എന്തെങ്കിലും പരീക്ഷണങ്ങൾ അവരെ ബാധിക്കുകയാണ് എങ്കിൽ ഇൻഖലബ അലാ വജ്ഹിഹി, അവരവരുടെ പാട്ടിന് തന്നെ തിരിഞ്ഞു പോകുന്നതാണ്. ഖസിറത് ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും നഷ്ടം പറ്റിയ ആളുകളാണവർ. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാകുന്നു വ്യക്തമായ നഷ്ടമെന്ന് ആ വചനത്തിൻ്റെ ഒടുവിൽ അള്ളാഹു പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വക്കീലിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നവർ. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ പറയുക, ഹുവൽ മുനാഫിഖ്, കപടവിശ്വാസികളെ പറ്റിയാണ് അവർ അള്ളാഹു പറഞ്ഞത്. ഇൻ സലഹത്ത് ലഹു ദുനിയ അക്കാമ അലാ ഇബാദത്ത്, അയാളുടെ ദുനിയാവ് നല്ലതാണ് എങ്കിൽ, ജീവിതത്തിൽ അഭിവൃദ്ധിയും അതേപോലെ തന്നെ പുരോഗതിയും ഒക്കെ ഉണ്ട് എങ്കിൽ അയാൾ പടച്ചവനോടുള്ള ഇബാദത്തിൽ പൂർണ്ണ ശ്രദ്ധനായി അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. വൈൻ ഫസത്ത് അലൈഹി ദുനിയാഹു തഗയ്യറത്, ആ ദുനിയാവിൻ്റെ സുഭിക്ഷതയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാൽ, ഒരു പ്രയാസം അഭിമുഖീകരിക്കേണ്ടി വന്നാൽ, ഇൻകലബ ഫലാ യുഖീമു അലൽ ഇബാദ, അയാൾ ഇബാദത്തിൽ നിന്നൊക്കെ മാറി അയാളുടെ പാട്ടിന് പോകും. ഇല്ലാ ലിമാ സ്വലഹ മിൻ ദുനിയ, അയാളുടെ ദുനിയാവ് നന്നാവുന്നത് വരെ. ആലോചിച്ചു നോക്കൂ, ഒരു മനുഷ്യൻ്റെ സമീപനത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ജീവിതത്തിൽ പീഡിപ്പിക്കപ്പെടുകയാണ് എങ്കിൽ, പരീക്ഷണങ്ങൾക്ക് വിധേയമാവുകയാണ് എങ്കിൽ, പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ മതത്തോടുള്ള പ്രതിബദ്ധതയും താല്പര്യവും ഒക്കെ കുറഞ്ഞ് അയാളുടെ പാട്ടിന് പോകുമെന്നുള്ളതാണ്. എന്നാൽ ജീവിതത്തിൽ എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഈ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഭൗതികമായൊരു ചോദ്യമാണത്. പടച്ചവൻ ഒരാൾക്ക് നന്മ കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ആക്കിയാൽ കൊടുത്താൽ പോരെ? കുറേ ആളുകൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ എന്തിനു വച്ചു എന്നുള്ളതാണ്. ആ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെയാണ് ജീവിതത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്ത് കാരുണ്യമായും ഔദാര്യമായും ഉദാരതയായും ദീനാനുകമ്പയുമായിട്ടൊക്കെ വരുന്നത്. നമ്മൾ എന്തിനാണ് മറ്റു പലരെയും ആശ്രയിക്കേണ്ടി വരുന്നത്? നമ്മുടെ ജീവിതത്തിൽ ആ കുറവുകൾ ഉള്ളപ്പോഴാണ്. നേരെ മറിച്ച് എല്ലാവരും തുല്യരാണ് എങ്കിൽ, ഒരാൾക്കും ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വണ്ണം എല്ലാവരും ഒരേപോലെയാണ് എങ്കിൽ ഈ ലോകം എത്ര വിരസമായിരിക്കും. എനിക്ക് നിങ്ങളെയോ നിങ്ങൾക്ക് എന്നെയോ ആശ്രയിക്കേണ്ടതില്ല, ഒരാൾക്കും ഒരാളെയും മൈൻഡ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ദുനിയാവിനെ അള്ളാഹു ഈ ക്രമീകരണങ്ങൾ വച്ചിട്ടുള്ളത് ഇവിടെ നന്മ തിന്മകളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. പ്രയാസങ്ങളുമായി വരുന്ന ഒരാളോട് ആ നിലയിൽ തന്നെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് മഹത്തായ പ്രതിഫലമുണ്ടാകും. അതിന് മറിച്ച് ഒരു പ്രയാസവും ഇല്ല എങ്കിലും ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും ഒരേ രീതിയിലാണ് സമ്മാനങ്ങൾ കിട്ടുന്നത് എങ്കിൽ ആ മത്സരത്തിൻ്റെതായൊരു രീതി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ദുനിയാവിൻ്റെ ഈ പ്രയാസവും ഈ സുഭിക്ഷതയും മതത്തോടും ഇസ്ലാമിക മൂല്യങ്ങളോടും അള്ളാഹുവിനോടുള്ള
ഇബാദത്തുകളോടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കേണ്ടതില്ല. ഏതു പ്രതിസന്ധിയിലും പ്രയാസത്തിലുമൊക്കെ അള്ളാഹുവിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബക്കറയിലെ 208-ാമത്തെ വചനം അള്ളാഹു പറയാ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ. നിങ്ങൾ സിൽമിലേക്ക്, അതിന് മുഫസ്സിറുകളൊക്കെ അർത്ഥം കൊടുത്തിട്ടുള്ളത് ഇസ്ലാമിലേക്ക് എന്നതാണ്. ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായും പ്രവേശിച്ചു കൊള്ളുക. തൊട്ട് താഴെ പറയുന്നത് നിങ്ങൾ പിശാചിന്റെ കാലടികളെ പിൻപറ്റരുത് എന്നതാണ്. ഇസ്ലാം വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പിൻപറ്റാനുള്ളത് പൈശാചികമായ കാലടികളായിരിക്കും. അതുകൊണ്ട് ആ പൈശാചിക കാലടികളെ നിങ്ങൾ ഒരിക്കലും പിൻപറ്റാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ദീനിനെ നിങ്ങൾ പൂർണ്ണമായും സ്വീകരിച്ചു കൊള്ളുക എന്നതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അഇദ്ദ ആലിമൻ ഔ മുതഅല്ലിമൻ. നീ ഒന്നെങ്കിൽ ഒരു പണ്ഡിതനാവുക, അതല്ലെങ്കിൽ വിദ്യാർത്ഥിയാവുക. വലാ തഉദ്ദ ഇമ്മഅത്തുൻ ബഅദ ദാലിക. അതിന് രണ്ടിനെയും ഇടയിലുള്ള ഒരു കൂടിയായി നീ മാറാൻ പാടില്ല. ഒന്നുകിൽ നിനക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു പണ്ഡിതനാവുക. നീ പണ്ഡിതനല്ല എങ്കിൽ അറിവ് ആർജിച്ചെടുക്കുന്നൊരു വിദ്യാർത്ഥിയായിക്കൊള്ളുക. അതല്ലാതെ ജനങ്ങൾ എന്താണ് എവിടെയാണ് എന്ന് നോക്കിക്കൊണ്ട് അവരുടെ പിന്നാലെ പോകുന്നൊരു കൂടിയാകരുത്. അദ്ദേഹം ചോദിക്കപ്പെട്ടു, വമൽ ഇമ്മാഅത്ത് യാ അബാ അബ്ദുറഹ്മാൻ, എന്താണ് ഈ ഇമ്മാഅത്ത് എന്ന് പറയുന്നത്? അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഖാലു യഖൂലു ഇന്നമാ അന മഅന്നാസ്. ആളുകൾ പറയും, ഞാൻ ജനങ്ങളുടെ ഒപ്പമാണ്. ഇനി ഇഹ്തദൈതു, അവരൊക്കെ നല്ലതിലാണ് എങ്കിൽ, സന്മാർഗത്തിലാണ് എങ്കിൽ ഞാനും സന്മാർഗത്തിലാണ്. വ ഇൻ ലലൽതു, ഇനി അവർ വഴികേടിലാണ് എങ്കിലോ ഞാനും വഴികേടിലായിരിക്കും. അലാ യുവത്തിന അഹദുക്കും നഫ്സഹു, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പിടിച്ചു നിർത്തുക. അലാൻ കുഫ്റന്നാസ് അല്ലാ യക്ഫുർ, ജനങ്ങളൊക്കെ നിഷേധികളാണ് എങ്കിലും ആ നിഷേധത്തിലേക്ക് പോകാതെ സത്യസന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരായി നിങ്ങൾ മാറുക എന്നുള്ളതാണ്. അപ്പൊ ഏതു പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ ഒരു ഉറച്ച നിലപാടുകാരനായി, ഉൾക്കാഴ്ചയുള്ളവനായി, വിശ്വാസിയായി തുടരുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, ഖുർആനിലെ 2-ാമത്തെ അധ്യായം അതിലെ 85-ാമത്തെ വചനം മനുഷ്യരുടെ ഒരു രീതിശാസ്ത്രത്തെ പറ്റി പറയാം. നമ്മൾ എന്തുകൊണ്ട് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്നു? നിരന്തരമായി നമ്മെ തന്നെ മറ്റുള്ളവർ എന്തുകൊണ്ട് ഉന്നം വയ്ക്കുന്നു? നമ്മുടെ ഇസ്ലാമികപരമായ നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ഇസ്ലാം അനുഷ്ഠിച്ചു എന്നതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ എത്രയാണ്? ജീവിതത്തിൽ എല്ലാ രംഗത്തും ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവർ എത്രയാണ്? അങ്ങനെ ഒരു ആലോചന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഖുർആൻ ആ ആശയത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരായത്തിന്റെ ഭാഗമാണ് ഈ പറയുന്നത്. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ ചിലതിനെ നിങ്ങൾ വിശ്വസിക്കുകയും വതക്ഫുറൂന ബിബഅദിൻ, വേദത്തിൽ ചിലതിനെ നിങ്ങൾ അവിശ്വസിക്കുകയും ചെയ്താൽ ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക ഇല്ലാ ഖിസിയൻ ഫിൽ ഹയാത്തിദ് ദുനിയ, നിങ്ങളിൽ നിന്ന് അപ്രകാരം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ ദുനിയാവിലുള്ളത് നിന്ദ്യകരമായ ശിക്ഷയായിരിക്കും. എന്താണ് പറഞ്ഞത്? വേദത്തിൽ ചിലത് നിങ്ങൾ സൗകര്യപൂർവ്വം നിങ്ങൾ എടുക്കുകയും വേറെ ചിലതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സൗകര്യപൂർവ്വം മാറ്റിവെക്കുകയും ചെയ്യുന്നു. എന്ന് വച്ചാൽ അള്ളാഹുവിൻ്റെ മതത്തിൽ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ എടുക്കും. നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളോട് വിലങ്ങുതടിയായി നിൽക്കുന്ന, ആഗ്രഹങ്ങളോട് എതിരിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ സൗകര്യപൂർവ്വം മറക്കുകയും മാറ്റിവെക്കുകയും ചെയ്തു എങ്കിൽ ഇഹലോകത്ത് നിങ്ങൾക്ക് നിന്ദ്യതയുണ്ടാകും. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, പരലോകത്തിലേക്ക് ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് അള്ളാഹു നിങ്ങളെ നീട്ടിയിടുകയും ചെയ്യും. നമ്മുടെ ആഘോഷങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഏതെല്ലാം കാര്യങ്ങളിലാണ് ഇസ്ലാമിനെ കൈയൊഴിഞ്ഞു പോകുന്നത്? നമ്മുടെ സംസ്കാരം എങ്ങനെയാണ്? നമ്മുടെ കുടുംബവും കുടുംബ സംവിധാനങ്ങളും എങ്ങനെയാണ്? നമ്മുടെ വേഷവിധാനങ്ങൾ എങ്ങനെയാണ്? നമ്മളുടെ ജനനം മുതൽ
മരണം വരെയുള്ള ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും എത്ര കണ്ട് നമ്മൾ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നു, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്ലാമിനെ നമ്മൾ കൈയൊഴിക്കുന്നു എന്നൊരു ആലോചന ഇത്തരണത്തിൽ ആവശ്യമാണ്. അങ്ങനെ ഉൾക്കാഴ്ചയുള്ള വിശ്വാസികളായി മാറുക എന്നതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് ഇസ്ലാം അല്ലാതൊരു പരിഹാരവുമില്ല. ഏതൊരു കാലഘട്ടത്തിലെയും ജനങ്ങളെ അള്ളാഹു ഉത്കട്ടരാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളിലൂടെ, ആദർശങ്ങളിലൂടെയാണ് അവർക്ക് ഏറ്റവും ഉത്കൃഷ്ടരായി മാറാൻ സാധിച്ചിട്ടുള്ളത്. ആ മാർഗത്തെ ആരൊഴിവാക്കുന്നുവോ ആ ഒഴിവാക്കുന്ന ആളുകൾ സമൂഹത്തിൽ നിന്ദിതരായി മാറിത്തീരും എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആ രീതിയിൽ മതത്തെ ഗൗരവത്തോടുകൂടി സമീപിക്കുകയും ഉൾക്കാഴ്ചയുള്ളവരായി തീരുകയും ചെയ്യാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ.